നമസ്കാരം, ന്യൂസ് ക്യാപ്സൂളിലേക്ക് സ്വാഗതം. വനിതാ ഏകദിന ലോകകപ്പിൽ ഓസ്ട്രേലിയയ്ക്ക് ജയം. ദക്ഷിണാഫ്രിക്കയെ തോൽപ്പിച്ചത് 7 വിക്കറ്റിന്. മഴമൂലം മത്സരം 24 ഓവറായി ചുരുക്കിയിരുന്നു. ആദ്യം ബാറ്റ് ചെയ്ത ദക്ഷിണാഫ്രിക്ക 97 റൺസിന് പുറത്തായി. 3 വിക്കറ്റ് നഷ്ടത്തിൽ ഓസ്ട്രേലിയ ലക്ഷ്യത്തിലെത്തി. ആലൻ കിങ് 7 വിക്കറ്റ് വീഴ്ത്തി. ഓസ്ട്രേലിയക്കെതിരായ ഏകദിന പരമ്പരയിലെ അവസാന മത്സരത്തിൽ ഇന്ത്യക്ക് തകർപ്പൻ ജയം. ആദ്യം ബാറ്റ് ചെയ്ത ഓസീസ് 236 റൺസിന് പുറത്തായി. 39-ാം ഓവറിൽ 1 വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യ ലക്ഷ്യത്തിലെത്തി. ഹർഷിത് റാണയ്ക്ക് 4 വിക്കറ്റ്, രോഹിത് ശർമ്മയ്ക്ക് സെഞ്ചുറി. 2 മത്സരങ്ങൾ ജയിച്ച ഓസീസ് പരമ്പര സ്വന്തമാക്കി. ഇന്ത്യ ഓസ്ട്രേലിയ ഏകദിന പരമ്പരയിലെ പ്ലെയർ ഓഫ് ദി സീരീസായി രോഹിത് ശർമ്മ. ആദ്യ മത്സരത്തിൽ 8 റൺസ് മാത്രം എടുത്ത് പുറത്തായ രോഹിത് 2ാം മത്സരത്തിൽ 73 റൺസ് എടുത്തു. ഇന്ന് നടന്ന അവസാന മത്സരത്തിൽ 121 റൺസാണ് രോഹിത് ശർമ്മ അടിച്ചെടുത്തത്. സൗദിയിലെ ജിദ്ദയിൽ മീഡിയ വൺ സംഘടിപ്പിച്ച ഫുട്ബോൾ സൂപ്പർ കപ്പിൽ സമ യുണൈറ്റഡ് എഫ്സിക്ക് കിരീടം. ഫൈനലിൽ തോൽപ്പിച്ചത് അബീർ സലാമത്തക് എഫ്സിയെ. സമ യുണൈറ്റഡിന്റെ ജയം എതിരില്ലാത്ത 4 ഗോളിന്. സ്പാനിഷ് ലാലിഗയിൽ സെവിയ്യയെ തോൽപ്പിച്ച റിയൽ സോസിദാദ്. 1-2 ഗോളുകൾക്കാണ് റിയൽ സോസിദാദിന്റെ ജയം. മൈക്കൽ ഒയ്യാസബൽ ഇരട്ട ഗോൾ നേടി. നവംബറിൽ മെസ്സി കേരളത്തിലേക്ക് വരില്ലെന്ന് സ്ഥിരീകരിച്ച് സ്പോൺസർമാർ. ടീം സ്പെയിനിൽ പരിശീലനത്തിന് പോകുമെന്ന് എഫ്എ അറിയിച്ചു. ഫിഫ വിൻഡോയിൽ മാറ്റമുണ്ടായതിനാൽ അനുമതി ലഭിച്ചില്ലെന്നാണ് സ്പോൺസർമാരുടെ വിശദീകരണം. നവംബറിൽ തന്നെ അർജന്റീന ടീമിനെ കൊണ്ടുവരാൻ പരിശ്രമം തുടരുന്നുണ്ടെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ. സ്റ്റേഡിയത്തിന് ഫിഫയുടെ അംഗീകാരം ലഭിക്കാത്തതാണ് ടീം കേരളത്തിൽ വരുന്നതിന് തടസ്സമാകുന്നെന്നും വി അബ്ദുറഹ്മാൻ. കലൂർ സ്റ്റേഡിയം നവീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട കരാറിൽ മൗനം തുടർന്ന് സർക്കാരും സ്പോൺസറും തമ്മിലുള്ള കരാറിൽ ഇരു കൂട്ടർക്കും മൗനം. ചോദ്യങ്ങളോട് മുഖം തിരിച്ച കായിക മന്ത്രിയും സ്പോൺസറും പ്രതികരിച്ചത് ക്ഷുഭിതരായി. നവംബറിൽ അർജന്റീന എത്തില്ലെന്ന് വ്യക്തമായതോടെ സ്റ്റേഡിയത്തിന്റെ നവീകരണം തുടരുമോ എന്നതിലും അവ്യക്തത. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ലീഡ്സ് യുണൈറ്റഡിന് തകർപ്പൻ ജയം. 1-2 ഗോളുകൾക്ക് വെസ്റ്റ് ഹാമിനെ തോൽപ്പിച്ചു. ബ്രെൻഡൻ ആരോൺസണും ജോയ് റോഡോണും ലീഡ്സ് യുണൈറ്റഡിനായി ഗോൾ നേടി. വനിതാ ഏകദിന ലോകകപ്പിൽ നാളെ 2 മത്സരങ്ങൾ. ഇംഗ്ലണ്ടിന് ന്യൂസിലൻഡാണ് എതിരാളി. രാവിലെ 11 മണിക്കാണ് മത്സരം. ഇന്ത്യക്ക് ബംഗ്ലാദേശാണ് എതിരാളി. വൈകിട്ട് 3 മണിക്ക് മത്സരം. ഇംഗ്ലണ്ടും ഇന്ത്യയും സെമി ഉറപ്പിച്ചതിനാൽ 2 മത്സരഫലത്തിനും പ്രാധാന്യമില്ല.